ഞാനിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കിലോ കണക്ക് പറയാൻ എനിക്ക് ശരിക്കും അറിയത്തില്ല. ഒരു കോഴിയായിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ഞാൻ ഈ ചിക്കന് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് എടുത്തേക്കുന്നത് ഇത്രയും സവാള, കൊച്ചുള്ളി പൊളിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ കൊച്ചുള്ളി എടുക്കാതിരുന്നത്. അല്ലെങ്കിൽ കുറച്ച് കൊച്ചുള്ളിയും ഈ 2-3 സവാള മാറ്റിയിട്ട് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ആവാമായിരുന്നു. പക്ഷെ ഞാൻ സവാളയാണ് എടുത്തേക്കണം. 2 തക്കാളി, ഇച്ചിരി മല്ലിയില, പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി കറിവേപ്പില. ഇനി ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് തക്കാളി കണ്ടിച്ചെടുക്കാം. തക്കാളിയുടെ ഞെട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി നമ്മളതിനെ നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാം. കാരണം കനം കുറച്ച് അരിഞ്ഞെടുക്കണം, പെട്ടെന്ന് ആയി കിട്ടും. അതിനുവേണ്ടി വേണമെങ്കിൽ കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. വേണമെങ്കിൽ ഒന്ന് കൊത്തി മുറിക്കാം. ചെറുതാക്കി പെട്ടെന്ന് ആയി കിട്ടും. ഇനി നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത്. നമുക്ക് ഇഞ്ചി നല്ലവണ്ണം ഒന്ന് നുറുക്കിയെടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് 2 കണ്ടിച്ച് എടുക്കാം. അത് അധികം സ്ലൈസായിട്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല. 2 മുറിച്ചങ്ങിട്ടാൽ മതി. ഇനി നമുക്ക് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. ഈ മല്ലിയില ഞാൻ കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിങ്ങനെ കവറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിരുന്നിട്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഇല്ല. അതാണ് വല്ലാണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. മല്ലിയില ആവശ്യത്തിന് ചിലർക്ക് മല്ലിയില അധികം ഇഷ്ടമല്ല, ചിലർക്ക് മല്ലിയില ഇഷ്ടമാണ്. അങ്ങനെ ഓരോരോ ഇഷ്ടത്തിന് നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില. ഇനി നമുക്ക് ചിക്കന് ഇതിനകത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞ് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം.
ഇപ്പം നമ്മൾ ചിക്കൻ വൃത്തിയായിട്ട് കഴുകി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ ചിക്കൻ കറി വയ്ക്കാനുള്ള മസാലകൾ എടുക്കാം. ഇതിന് ഞാനൊരു 3 സ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിന് ഒരു 2 ചെറിയ സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. 2 സ്പൂണ് പട്ട ഉണ്ട്. വേണമെന്നില്ല, ഞാൻ അതായത് 1.5 സ്പൂൺ പട്ട ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് കച്ചോലം എന്ന് പറയുന്ന സാധനം, ഈ സ്റ്റാർ പോലെ ഇരിക്കുന്നില്ലേ, ആ സാധനമാണ്. ശരി, എന്നാൽ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ഒന്ന് നല്ലോണം ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ആവശ്യമുള്ള എണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള കടുക് ചേർക്കാം. കടുവെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കടുവ് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലോട്ടിട്ട് ഇതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ചേർത്ത് എന്നിട്ട് നല്ലോണം ഒന്നൊരു ബ്രൗൺ കളറാണതൊക്കെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ കച്ചോലം, പട്ട, ഇത്രയാണ് ഇതിലുള്ളത്. കറിവേപ്പിലയും പച്ചമുളകും അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം.
മുളക് പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ. അപ്പോൾ മുളക് പോരാന്ന് തോന്നിയാൽ നമുക്ക് അതിലോട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് ഇനി നമുക്ക് ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്താ ഇപ്പോൾ തക്കാളിയെല്ലാം അരപ്പുമായിട്ട് ചേർന്ന് നല്ലൊരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനും അതിലോട്ടിട്ട് കൊടുക്കാം. ഇത് നമ്മൾ നല്ലോണം ഇളക്കി ഗ്രേവി കഷ്ണമായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇത് നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കറി ഇങ്ങനെയായി. നമ്മൾ ഈ അരമണിക്കൂറിനിടയ്ക്ക് അപ്പോഴപ്പോഴേറ്റ് ഇങ്ങനെ ഈ കറി ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇതിപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ കറി അരമണിക്കൂറിന് ശേഷം ഈ ഇങ്ങനെ ഇത്രയും ഒരു പരുവത്തിലായി. നമുക്കിനി പുളിയൊക്കെ ഒന്ന് നോക്കണം. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് കൂടെ ഒന്ന് അടുപ്പത്ത് തന്നെ ചെറിയ കുറഞ്ഞ തീയിൽ ഇങ്ങനെ ഇരുന്നൊന്ന് വേട്ടെ. അപ്പോൾ ഈ ഇറച്ചി നല്ലോണം വേകത്തുള്ളൂ. അപ്പം നമ്മൾ കപ്പ ഇത് ഇറച്ചിയിലൂടെ കഴിക്കാനുള്ള കപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് കപ്പയും ഇറച്ചിയുമാണ് ചിക്കനുമാണ് കഴിക്കുന്നത്. നമ്മൾ ചിക്കൻ ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഇച്ചിരി കുരുമുളക് പൊടി ഇങ്ങനെ ഇതൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ അരിഞ്ഞ് വെച്ചേക്കണം മല്ലിയില. അതാണ് നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ കറിക്കുള്ള കപ്പ റെഡി ആയിരിക്കുന്നത്, ചിക്കനും കപ്പയും. ഇപ്പം നമ്മൾ ചിക്കനും കപ്പയും റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലോട്ട് ഇച്ചിരി സെർവ് ചെയ്യാം.